ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. എന്നും എൻ്റെ മുഖമല്ലേ കാണുന്നത്. ഇന്ന് ഞാനോർത്ത് എൻ്റെ മുഖം കാണിക്കാതെ ഞാൻ ഇന്ന് നമുക്ക് തോരൻ വെച്ചാലോ ഒന്ന്. പിന്നെ എന്തൊക്കെയുണ്ട്, നമുക്കിന്നൊരു വെണ്ടയ്ക്കയും ബീൻസും കൂടി ഇട്ടൊരു മെഴുക്കുവരട്ടിയല്ല, ഒരു തോരൻ കറി വെക്കാം. ഇത് വെറൈറ്റി കറിയാണ്, തോരനാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്ത്. അപ്പോൾ നമുക്ക് ചീഞ്ചിട്ടി വെച്ച് ചൂടായി. ഇപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ, ചൂടാവട്ടെ. എണ്ണ ചൂടായി കടുകിടാം. ചറവറ നോക്കണം. അതിലേക്ക് കുറച്ച് കരിവേപ്പില, നമ്മൾ വെണ്ടയ്ക്കയും ബീൻസും ഉള്ളി ഇതെല്ലാം പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇടുക കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാ, എന്നാലും കൂട്ടുകാരെ കാണിച്ചല്ലോ നമ്മളെങ്ങനെ വെക്കുന്നതെന്ന്. ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അന്നേരം അവർ പറഞ്ഞു ഇന്ന് വെണ്ടയ്ക്ക് നമുക്ക് ഇന്ന് അങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ കൂട്ടുകാർക്കും കൂടി അത് കാണിച്ചു തന്ന് വെക്കാൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറട്ടെ. നമ്മൾ വെണ്ടയ്ക്ക വെക്കുമ്പോൾ മൂടി വെക്കരുത് കേട്ടോ. മൂടി വെച്ചാൽ വഴുവഴുപ്പ് കൂടും. ഇപ്പോൾ നോക്കി നമ്മുടെ വെണ്ടയ്ക്കേൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഒരു ലേശവും കൂടി ഉണ്ട്, നൂല് പോലത്തെ. അത് മാറിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം കൊടുക്കാം കേട്ടോ. ഒരു കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി മാറിയിട്ട്. അപ്പം വെണ്ടയ്ക്കേൻ്റെ വഴുവഴുപ്പ് കാണും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ജീരകം. ഇതുണ്ടോ ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല കൂട്ടത്തിലെ ഒരു നുള്ളില്ല കേട്ടോ. ഇത്രയും കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ച മുളക് കൊണ്ടല്ലോ, ഇതുണ്ടോ അത്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ദോശയും ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചാൽ പോലും നമ്മൾ ചായയെല്ലാം കുടിച്ച് ദോശയും ചമ്മന്തി ആക്കി രാവിലെ കണ്ടോ. ഇപ്പം നല്ല സെറ്റായി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. നമുക്ക് ഇളക്കി നോക്കാം. അടിപൊളി പാനങ്ങൾ കേട്ടോ. എണ്ണയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇത് നമുക്ക് കുറച്ച് തേങ്ങ വേണ്ടുന്നവർക്ക് തേങ്ങ ഇടാം. ഞാൻ ചോദിച്ചിട്ട് വരട്ടെ അമ്മമാരോട് തേങ്ങ വേണമെന്ന്. അവരുടെ ഇഷ്ടത്തിനല്ലോ ഉണ്ടാകും. ചോദിച്ചിട്ട് ഓടി വരാം. അപ്പം അമ്മമാർക്ക് തേങ്ങ വേണ്ടാന്ന് ഞാൻ തേങ്ങയൊക്കെ എടുത്ത് ചെണ്ടി വെച്ച് വേണ്ട. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കുഴപ്പമില്ല. നമുക്കിനി വേറൊരു സാധനം ചേർക്കരുതേക്ക്. അവർക്ക് തേങ്ങ ഇടുന്നൊന്നും ഇഷ്ടമില്ല. എനിക്കത് കേട്ടോ, തേങ്ങ ഇടുന്ന തോരൻ കറിയൊന്നും ഇഷ്ടമല്ല. എൻ്റെ കൂട്ടുകാരുടെ ഒന്ന് അഭിപ്രായം പറയണേ, തേങ്ങ ഇടുന്ന ഇഷ്ടമാണോ അധികം എന്ന്. മെഴുക്ക് വരട്ടി അങ്ങനത്തെയൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതേ നമ്മൾ കായപ്പൊടി ഇടുക കേട്ടോ. ഇതാണ് മെയിൻ സാധനം. നിങ്ങളൊന്ന് കൂട്ടി കഴിച്ചു നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. എൻ്റെ പപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നല്ല അടിപൊളി തോരൻ കറി ആയിരിക്കും.
പോകുമല്ലോ. മെഴുക്കുവരട്ടിക്കകത്തും ഇങ്ങനെ പയറിൻ്റെ അകത്ത് ഇടുവാനുള്ള സൂപ്പറാണ്. അതിൻ്റെ അകത്ത് ലേശം ഇത് കായപ്പൊടി ഇടണം, ഇച്ചിരി ഉലുവ, ലേശം ഉലുവപ്പൊടി ഇടണം. അടിപൊളി സൂപ്പർ തോരങ്കറി. അപ്പം തോരങ്കറി റെഡിയായി. ഇനി നമുക്ക് ഇത് വാങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം തോരങ്കറി കൂട്ടി നോക്കട്ടെ. തോരങ്കറി ഉണ്ടല്ലോ, നല്ല അടിപൊളി തോരങ്കറി. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല സൂപ്പറാട്ടോ. കായത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല എരിവും ഉപ്പും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ പപ്പ എനിക്ക് പറഞ്ഞു തന്ന ഇതാട്ടോ. എൻ്റെ പപ്പ ഇപ്പം ഇല്ല. എൻ്റെ പപ്പ മരിച്ചിട്ട് 3 വർഷമായി. എൻ്റെ പപ്പ മെയിൻ കുക്കായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ കുറേശ്ശെയൊക്കെ എനിക്ക് ദൈവം സഹായിച്ച് കിട്ടിയതായിരിക്കും ഇതൊക്കെ. അപ്പം അടിപൊളി തോരങ്കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും. പക്ഷേ ഇല്ലേ, നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. യൂട്യൂബിൻ്റെ അകത്തും ചെയ്യണേ, ഫേസ്ബുക്കിലും കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ബായ്. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.